കോഴിക്കോട് ഫറൂഖിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. അതുല്യയുടെ കയ്യിൽ നിന്ന് സുഹൃത്ത് പണവും സ്വർണവും വാങ്ങിയിട്ടുണ്ടെന്നും ഇത് തിരികെ ലഭിക്കാത്തതോടെയാണ് അതുല്യ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായതെന്നും കുടുംബം പറയുന്നു. സുഹൃത്തുമായുള്ള സാമ്പത്തിക ഇടപാട് പരിശോധിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകാനാണ് അതുല്യയുടെ കുടുംബത്തിന്റെ തീരുമാനം. എനിക്കറിയാൻ അവൾ പറ്റിക്കായിരുന്നു. മീൻസ് എൻ്റെ അടുത്ത് കള്ളം പറയായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്നലെ വരെ അവളെടുത്ത് അവളുടെ എല്ലാ കാര്യവും നോക്കി പൈസയുടെ എല്ലാം പറയണം. എനിക്ക് പറ്റുന്നില്ല. തിങ്കളാഴ്ചയാണ് ഫറോക്കിലെ വാടക വീട്ടിൽ അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫറോക്ക് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് അതുല്യയുടെ സുഹൃത്തായ കൊടുങ്ങല്ലൂർ സ്വദേശിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. അതുല്യയും സുഹൃത്തും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് പരിശോധിക്കണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. ഇവിടെ ഞങ്ങളെ മോള് പഠിക്കാൻ പോയ കാലം തൊട്ടിട്ട് അവിടെ ഒരു കൂട്ടുകാരിയായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ ആ കുട്ടിയുടെ പൈസേൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളടുത്തുനിന്ന് ഇവിടെ വന്നിട്ട് പൈസ വാങ്ങിയിട്ട് അവരെ ഫാമിലിനെ സഹായിക്കുക. കുട്ടിയുടെ സാലറിയും കാര്യങ്ങളൊക്കെ അവിടെയാണ് ചിലവഴിക്കുന്നത്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ചേച്ചിയുടെ മക്കളെ വരെ ഞങ്ങളുടെ മോളായിരുന്നു നോക്കിയിരുന്നത്. ബിടെക് വിദ്യാർത്ഥിയായിരുന്ന അതുല്യ എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. 1 വർഷം മുന്നേ ജോലി രാജിവെച്ച് തൃശൂരിലും എറണാകുളത്തുമായി പ്രവർത്തിക്കുന്ന ഡാൻസ് ഗ്രൂപ്പിൽ ചേർന്നു. പിന്നീട് കൂടുതലും കൊടുങ്ങല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു അതുല്യയുടെ താമസം. സുഹൃത്ത് അതുല്യയെ വീട്ടുകാരിൽ നിന്ന് അകറ്റുകയാണെന്ന് ആരോപിച്ച് കുടുംബം നേരത്തെ ഫറോക്ക് പോലീസിൽ പരാതി നൽകിയിരുന്നു. 1-2 വർഷമായി ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഞങ്ങൾ നടക്കുന്നു. ക്യാഷും കാര്യങ്ങളും അവരെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ മോൾ ഇവിടെ വന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ കുട്ടി 1-2 ദിവസമായിട്ട് ഫോണ് തന്നെയായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഈ മരണപ്പെടുന്നതിൻ്റെ തലേദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോണിൽ, രാത്രി വരെ ഫോണിൽ, പിറ്റേ ദിവസം ചെയ്യണ വരെ ആ കുട്ടി ഫോണിലാണ്. കൊടുങ്ങല്ലൂർ സ്വദേശിയും പഠനകാലയളവിൽ സുഹൃത്തുമായ യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നെന്നും പലതവണ തന്റെ സ്വർണവും പണവും കൂടാതെ ബന്ധുക്കളുടെ സ്വർണവും അതുല്യ സുഹൃത്തിന് വാങ്ങി നൽകിയിരുന്നു എന്നാണ് വിവരം. അതുല്യ അത് തിരിച്ചു ചോദിച്ചിരുന്നു. എന്നാൽ അത് കിട്ടാതായതോടെ അതുല്യ വലിയ മാനസിക സംഘർഷത്തിലായി. കൊടുങ്ങല്ലൂരിലെ സുഹൃത്തുമായുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കമ്മീഷണർക്കും DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുമെന്ന് ബന്ധുക്കൾ മാധ്യമങ്ങളെ അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.